ആഗോളതലത്തിൽ ഭാരതത്തിന്റെ നയതന്ത്ര വിജയങ്ങൾക്ക് അടിവരയിട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരം പ്രഖ്യാപിച്ച ഇന്തോനേഷ്യൻ സർക്കാർ. വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്കും രാഷ്ട്രീയ തലവന്മാർക്കും ഇന്തോനേഷ്യൻ സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയായ ബിന്താങ് റിപ്പബ്ലിക് ഇന്തോനേഷ്യ ആദിപൂർണയാണ് പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കുന്നത്. ജക്കാർത്തയിൽ നടന്ന ഔദ്യോഗിക സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി തന്ത്രപ്രധാന ചർച്ചകൾക്ക് ശേഷമാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയോന്തോ ഈ ചരിത്ര പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സമുദ്ര വ്യാപാര ബന്ധങ്ങൾ ശക്തമാക്കുന്നതിലും ആസിയൻ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ മികച്ച നേതൃത്വത്തെ മുൻനിർത്തിയാണ് ഈ ആദരം. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാംസ്കാരിക തന്ത്രപ്രധാന ബന്ധങ്ങളിൽ പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്തോനേഷ്യൻ റിപ്പബ്ലിക്കിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി പ്രഖ്യാപിച്ചത്. ഇരു രാജ്യങ്ങളുടെയും വികസനത്തിന്റെയും അന്താരാഷ്ട്ര തലത്തിലുള്ള കീർത്തിക്കും അസാധാരണമായ സംഭാവനകൾ നൽകുന്ന രാഷ്ട്ര തലവന്മാർക്ക് മാത്രം നൽകുന്ന ഈ മെഡൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഉഭയകക്ഷി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ നരേന്ദ്രമോദി സ്വീകരിച്ച ദീർഘവീക്ഷണത്തോടെയുള്ള നിലപാടുകൾക്കുള്ള ഔദ്യോഗിക അംഗീകാരമാണ്. ജക്കാർത്തയിൽ വെച്ച് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയോന്തോയുമായി പ്രധാനമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രതിരോധം, സുരക്ഷ, സമുദ്ര വ്യാപാരം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങി വിവിധ മേഖലകളിലെ ഭാവി സഹകരണത്തെക്കുറിച്ച് അതീവ പ്രാധാന്യമുള്ള ചർച്ചകൾ നടന്നു. ചർച്ചകൾക്ക് ശേഷം നടന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ സഹസ്രാബ്ദങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യം പങ്കിടുന്ന അടുത്ത സുഹൃത്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രസിഡന്റ് സുബിയോന്തോ ഈ പുരസ്കാര പ്രഖ്യാപനം നടത്തിയത്. രാമായണ മഹാഭാരത കഥകളുടെ സ്വാധീനവും ചോള രാജവംശത്തിന്റെ സമുദ്ര വ്യാപാര ചരിത്രവും മുതൽ സുമാത്രയിലെ ആശയ പ്രവിശ്യയും ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും തമ്മിലുള്ള ഭൂമിശാസ്ത്രപരമായ സാമീപ്യം വരെ ഇരു രാജ്യങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ശക്തമായ കണ്ണികളാണ്. കൂടാതെ പ്രധാനമന്ത്രിയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികളിൽ ഒന്നാണ് ഇന്തോനേഷ്യ. അമേരിക്കയുടെ ലെജിയൻ ഓഫ് മെറിറ്റ്, റഷ്യയുടെ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ, ഫ്രാൻസിന്റെ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലേജിയൻ ഓഫ് ഓണർ, UAEയുടെ ഓർഡർ ഓഫ് ദി സൈൻ, സൗദി അറേബ്യയുടെ ഓർഡർ ഓഫ് അബ്ദുൾ ആസിസ് അൽ സൗദ്, ഗ്രീസിന്റെ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് ദി ഓണർ എന്നിവയുൾപ്പെടെ ലോകത്തിന്റെ വിവിധ വൻ ശക്തികളും അറബ് രാഷ്ട്രങ്ങളും ഇതിനോടകം നരേന്ദ്രമോദിക്ക് നൽകിയ ആദരങ്ങളുടെ പട്ടികയിലെ 27ാമത്തെ അന്താരാഷ്ട്ര പുരസ്കാരമാണിത്. ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഈ പുതിയ ബഹുമതി കൂടി എത്തുന്നതോടെ ആഗോളതലത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം ഏഷ്യ പസഫിക് മേഖലയിലെ ഭാരതത്തിന്റെ നയതന്ത്ര വിജയവും ഒരിക്കൽ കൂടി അടിവരയിട്ട് തെളിയുകയാണ്. ഈ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിനൊപ്പം പാമോയിൽ, കൽക്കരി, വിവരസാങ്കേതിക വിദ്യ, ഫാർമസ്യൂട്ടിക്കൽ തുടങ്ങിയ വ്യാപാര മേഖലയിലെ പങ്കാളിത്തം വരും വർഷങ്ങളിൽ ഇരട്ടിയാക്കാനുള്ള ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഭാരതത്തിന്റെ ആഗോള പ്രതിച്ഛായ ഉയർത്തുന്നതിലും കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള സൗഹൃദം കൂടുതൽ ദൃഢമാക്കുന്നതിനും ഈ പുരസ്കാര ലബ്ധിയും സന്ദർശനവും വലിയൊരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ്.